ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചേർത്തല പള്ളിപ്പുറം ഫൊറോന പള്ളിയുടെ മുൻഭാഗത്താണ്. ഈ അടുത്ത ദിവസമാണ് ഈ പള്ളിയുടെ പ്രധാന പെരുന്നാൾ ആഘോഷിക്കുന്നത്. മാതാവിൻ്റെ പെരുന്നാളാണ്. അതിൻ്റെ കാഴ്ചകൾ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് പള്ളിപ്പുറം പള്ളി. ഇവിടെ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ഇവിടുത്തെ തിരുനാൾ നടക്കുന്നത്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഒരു വലിയ ആഘോഷമാണ് ഇവിടുത്തെ തിരുനാളെന്ന് പറഞ്ഞാൽ. ധാരാളം അത്ഭുതം നടക്കുന്ന ഒരു വലിയ ദേവാലയമാണ് ഈ പള്ളിപ്പുറം പള്ളി. പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഒരു ദേവാലയം തന്നെയാണ് ഈ പള്ളി. ആ അമ്മയുടെ നാമത്തിലുള്ള തിരുനാളാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 11-ാം തീയതിയാണ്. ഇന്ന് വൈകുന്നേരമാണ് ഇവിടെ കൊടി കയറുന്നത്. ഈ കാണുന്നത് കൊടിമരമാണ്. കൊടിമരമെല്ലാം നല്ല രീതിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ തിരുനാൾ ഇന്ന് വൈകുന്നേരമാണ് കൊടി കയറുന്നത്. നമുക്ക് ഈ പള്ളിയുടെ മുന്നോട്ടുള്ള കാഴ്ചകളിലേക്ക് പോകാം. നമ്മളെ റോഡിൻ്റെ മുൻഭാഗത്ത് നമ്മൾ ഇറങ്ങി മുൻപോട്ട് വരുമ്പോൾ ആദ്യം കാണുന്നത് ഇവിടുത്തെ ഒരു കുരിശടിയാണ്. ഈ കുരിശടിയിൽ ഒരു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട് താഴത്തെ നിലയിൽ. ഇതാണ് ആ കുരിശടി. നമുക്കിവിടെ നിന്നും മുൻപോട്ട് പോകാം. പെരുന്നാളായതുകൊണ്ട് ധാരാളം കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. എല്ലാവരും കച്ചവടം, ചിലരൊക്കെ കട ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ചില കടയൊക്കെ തുറക്കാൻ സമയമായി വരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ വേറൊരു കുരിശടി കൂടി ഉണ്ട്. കണ്ടോ, ഈ കുരിശടി എനിക്ക് പ്രത്യേകത തോന്നിയതേ, ഈ കുരിശടിയുടെ ചുറ്റുഭാഗത്തും ധാരാളം പുണ്യാളന്മാരുടെ രൂപങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം. കണ്ടതേ, ഇതാണ് കുരിശടി. കണ്ടേ, ഇങ്ങനെ നമ്മൾ ചുറ്റിനും ഓരോരോ രൂപങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവിടെ. കണ്ടോ, മാതാവിൻ്റെത് കണ്ടോ. ഞാൻ ചുറ്റിനും വരുവാണ് ഈ രൂപത്തിൻ്റെ, ഈ കുരിശടിയുടെ. എല്ലാം മാതാവിൻ്റെ രൂപങ്ങളാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. കൊള്ളാല്ലേ. ഇതാണ് ആ കുരിശടി. നമ്മൾ ആദ്യം കയറി വന്നപ്പോൾ അവിടെ ഒരു കുരിശടി കണ്ടു, ആദ്യം റോഡിൻ്റെ അവിടെ തന്നെ. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങ് മുമ്പോട്ട് വന്നപ്പോൾ ഇതാണ്ടേ ഇവിടെ വേറെ കുരിശടി കണ്ടു. ഓക്കെ, ഈ പള്ളിപ്പുറം പള്ളിയുടെ കാഴ്ചകളിലേക്ക് പോകുന്ന മുമ്പ് ഇവിടെ എങ്ങനെ എത്തിച്ചേരാം എന്നുള്ള മാർഗം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ വന്നത് ചേർത്തല നിന്നാണ്. ചേർത്തല എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ ദൂരമേ ചേർത്തലയ്ക്കുള്ളൂ. ഈ ഫണ്ടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ റോഡ് അങ്ങോട്ട് പോകുന്ന ചേർത്തലയ്ക്കാണ്. അത് 11 കിലോമീറ്റർ ദൂരം. ഇങ്ങോട്ട് പോയെന്നാൽ നമുക്ക് എറണാകുളത്തിൻ്റെ പല പല ഭാഗത്തേക്കും എല്ലാം പോകുവാൻ ധാരാളം വഴികളുണ്ട് ഇതുവഴി പോകുവാനായിട്ട്. ഇനി ഞാൻ നിങ്ങൾ കാണിക്കുന്നത് പള്ളിയുടെ മുൻഭാഗമാണ്. പള്ളിയുടെ ചുറ്റുപാടെല്ലാം കാണിക്കാൻ പോവുകയാണ്. അതിമനോഹരമായ രീതിയിൽ പണിതിരിക്കുന്ന ഒരു വലിയ ദേവാലയമാണിത്. ഇതൊരു ഫൊറോന പള്ളിയാണ്. ഈ പള്ളിക്കകത്ത് ഇപ്പോൾ പെരുന്നാളിനനുബന്ധിച്ചുള്ള ചില പ്രാർത്ഥനകൾ നടക്കുകയാണ്. ഞാൻ പള്ളിയുടെ അകത്തെ കാഴ്ച കാണിക്കാം. പള്ളിയുടെ സൈഡിലെ കാഴ്ചയാണ് ഈ കാണുന്നത്.
ഇത് നേരെ അങ്ങനെ പോയെന്നാൽ നമുക്ക് കായലിൻ്റെ ഇറമ്പിൽ ചെല്ലാൻ സാധിക്കും. അവിടെ ഉണ്ടൊരു കുരിശടിയെ. ഈ കാണുന്നത് പള്ളിയുടെ പുറകുഭാഗമാണ്. ഇതിൻ്റെ പുറകിൽ തന്നെ ധാരാളം കാഴ്ചകളുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഇതിൻ്റെ ഒരു മണിമാളികയുണ്ട് ഇവിടെ. ഈ കാണുന്ന മണിമാളികയാണ്. അതിൻ്റെ അടുത്തേക്ക് പോകാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ മണിമാളിക. ഉണ്ടോ? നല്ല ഹൈറ്റ് ഉണ്ട്. ഏറ്റവും മുകളിലാണ്ട് മണി കിടക്കുന്നുണ്ട്. കിട്ടുന്നുണ്ടോ? അടുത്ത് ഞാൻ കാണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ വിശുദ്ധ ചാവറ പിതാവ് സെമിനാരി പഠനം നടത്തിയത് ഇവിടെയാണ്. ഇതിൻ്റെ മുകളിലുള്ള ഒരു സെമിനാരി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ സെമിനാരി പഠനം കഴിഞ്ഞ് ചാവറ പിതാവ് ഇവിടെയാണ് 2 വർഷം വൈദികനായിരുന്നത്. ആ സമയത്ത് ആണ് ഇവിടെ ഒരു ചാവറ പിതാവ് മാമോദിസ മുക്കൊണ്ടിരുന്ന ഒറ്റക്കല്ലിൽ തീർത്ത ഒരു തൊട്ടിലുണ്ട്, അത് കാണിച്ചു തരാം. ഈ കാണുന്നതാണത്. ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. വിശുദ്ധ ചാവറ കുര്യാക്കോസ് സെയിലസച്ചൻ പള്ളിപ്പുറം പള്ളി വികാരിയായിരുന്ന കാലയളവിൽ വിശ്വാസികളെ മാമോദിസ മുക്കിയിരുന്ന പുരാതന തൊട്ടി ഉണ്ടോ? ഇതാണ് തൊട്ടി ഉണ്ടോ? ഇത് ഒറ്റക്കല്ല് തീർത്ത തൊട്ടിയാണ് എന്നാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ വന്നപ്പോൾ. ഞാൻ ഈ കാണിക്കുന്നതെല്ലാം വളരെ വിശുദ്ധമായിട്ടുള്ള ഓരോരോ സ്ഥലങ്ങളാണ്. ഈ മാമോദിസ തൊട്ടിയും ഇവിടെ എല്ലാം പ്രാർത്ഥിച്ചെന്നാൽ ധാരാളം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെമിനാരി ഇതിലെ ഈ കാണുന്ന പള്ളിയുടെ നേരെ മുകളിലുണ്ട്. നമുക്ക് മുകളിലേക്ക് പോയി ആ സെമിനാരി കാണിച്ചു തരാം. ഞാൻ സ്റ്റെപ്പ് കയറി ഇങ്ങനെ മുകളിൽ വന്നു എഴുതിയേക്കുന്നത് സെമിനാരി. ഇങ്ങോട്ട് പോകാം. പള്ളിയുടെ നേരെ മുകളിലാണ് സെമിനാരി വരുന്നത്. ഇതാണ് സെമിനാരി. ഇതിൽ വർഷം എഴുതിയിട്ടുണ്ട് 1795 1741. ഈ കാണുന്നത് വളരെ വിശുദ്ധമായിട്ടുള്ള ഒരു കട്ടിലാണ്. ഇത് പാലക്കൽ തോമാ മൽപ്പാൻ കിടന്ന കട്ടിലാണ്. ഇതാണ് ആ സെമിനാരിയുടെ മുറി. ഇത് ചെറിയ മുറിയാണ്. കണ്ടോ? ചാവറയച്ചൻ്റെ രൂപം ഇവിടെ ഇരിപ്പുണ്ട്. വളരെ വിശുദ്ധമായിട്ടുള്ള ഒരു മുറിയാണത്. ഈ പള്ളിയുടെ സൈഡിൽ തന്നെയാണ് വേറൊരു സ്ഥലമുള്ളത്. ഇവിടെ കുമ്പസാരിക്കാനുള്ള സ്ഥലമുണ്ട്. കുമ്പസാരത്തിന് ഒരുക്കമായുള്ള ഇത്. പിന്നെ ചാവറ ലൈബ്രറി. ഈ കാണുന്നതാണ് ചാവറ ലൈബ്രറിയും അതുകൂടാതെ കുമ്പസാരിക്കുവാനുള്ള സ്ഥലവും. ഇത് പള്ളിയുടെ പുറകിലായിട്ട് വടക്കേ സൈഡിലാണ്. ഇവിടെ ഓരോരോ ചരിത്ര പുരുഷന്മാരുടെ എല്ലാവരുടെയും തന്നെ ഓരോരോ തത്വങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. മാർ തെരേസ, മഹാത്മാഗാന്ധി, ശ്രീനാരായണ ഗുരു, അയ്യൻകാളി, ആനി ബെസന്റ്, രവീന്ദ്രനാഥ് ടാഗോർ, APJ അബ്ദുൽ കലാം, ചാവറയച്ചൻ, കുഞ്ഞുണ്ണി മാഷ്, നെൽസൺ മണ്ടേല, അങ്ങനെ എല്ലാവരുടെയും ഓരോരോ വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇത് കാണുന്നതാണ് കുമ്പസാരിക്കാനുള്ള സ്ഥലവും അതുകൂടാതെ ചാവറ ലൈബ്രറി. ഓക്കെ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ അതിപുരാതനമായിട്ടുള്ള ഒരു കിണർ കാണുന്നുണ്ട്. ഇതാണ് കിണർ. ഇതിന്റെ മുകളിൽ കമ്പി ഇട്ടേക്കുവാണ്.
കാണാൻ പുരാതന കിണർ. ഇതൊക്കെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കിണർ തന്നെയാണ്. ഇതെല്ലാം പള്ളിയുടെ സൈഡിലാണ്. അതുകൂടാതെ ചാവറ പിതാവ് മാമോസ കൊടുക്കുന്ന സ്ഥലത്തൊട്ടിലും വെച്ചേക്കുന്ന പള്ളിയുടെ പുറകെ തന്നെയാണ്. ഓക്കെ, ഞാൻ വീണ്ടും പള്ളിയുടെ സൈഡിലൂടെ മുൻപോട്ട് വന്നപ്പോൾ കണ്ട വേറൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് മരിയൻ കുരിശടിയാണ്. അതിമനോഹരമായി നിർമ്മിച്ച ഒരു കുരിശടിയാണിത്. കണ്ടാൽ പ്രാർത്ഥിക്കാൻ തോന്നുന്ന ഒരു പ്രാർത്ഥനാനുഭവമുള്ള ഒരു നല്ല കുരിശടിയാണ് ഈ കാണുന്നത്. ഞാൻ വീണ്ടും പള്ളിയുടെ മുൻഭാഗത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പള്ളിയും അതിനോടനുബന്ധിച്ച് ചുറ്റുപാടുമുള്ള എല്ലാ ഒരുമാതിരിപ്പെട്ട കാഴ്ചകൾ ഞാൻ കാണിച്ചു തന്നു. ഇനി ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു കായലമ്പലത്തിലേക്ക് പോകുമ്പോൾ കുരിശടി ഉണ്ടെന്ന്. നമുക്ക് ഈ കായലമ്പലത്തേക്ക് പോകാം. അവിടെ ഒരു കുരിശടി ഉണ്ട്. ഞാൻ അതിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ട് പോകാം. ഞാനങ്ങനെ പള്ളിയിൽ നിന്നും വന്നു നമ്മുടെ കായലിൻ്റെ ഇറമ്പിലെത്തിയിരിക്കുകയാണ്. ഈ കായലിൻ്റെ സൈഡിലുള്ള ഒരു കുരിശടിയാണ് ഈ കാണുന്നത്. ഈ കുരിശടിക്ക് ധാരാളം ചരിത്രമുള്ള ഒരു കുരിശടിയാണ്. AD 52 പണ്ട് മാർത്തോമാ ശ്ലീഹ ഭാരത പര്യടനത്തിൽ 7 പള്ളികൾ സ്ഥാപിച്ചല്ലോ. ആ കൂട്ടത്തിൽ നമ്മുടെ കോക്കാങ്കലം എന്ന് പറയുന്ന ഒരു പള്ളി ഇവിടെ സ്ഥാപിച്ചായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മരക്കുരിശ് സ്ഥാപിച്ചായിരുന്നു തോമാ ശ്ലീഹ. ആ മരക്കുരിശ് എങ്ങനെയോ വെള്ളത്തിൽ വീണ് നഷ്ടപ്പെട്ടു. ഈ തടിക്കുരിശ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും കരയ്ക്ക് അടിയുകയും ചെയ്തു. അപ്പോൾ അതാണ് അന്നത്തെ സ്ത്രീകൾ പുല്ല് ചെത്താൻ വേണ്ടി അരിവാളുമായി ചെന്നു. ആ സമയത്താണ് അരിവാൾ ഈ കുരിശിൽ കൊള്ളുകയും ആ കുരിശിൻ്റെ ഭാഗം മുറിയുകയും ചെയ്തു. അങ്ങനെ ആ കുരിശിൽ നിന്ന് ബ്ലഡ് വന്നു എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ ആ കുരിശ് അന്നത്തെ ആൾക്കാർ, പണ്ടുള്ള എല്ലാവരും കൂടി ഭക്തിയാദരപൂർവ്വം ഈ കുരിശ് അടിയിലാണ്, ഈ കുരിശടിക്കകത്താണ് അന്ന് ഈ കുരിശ് സ്ഥാപിച്ചു വെച്ചത്. ആ തടിക്കുരിശ്, ആ കുരിശന്ന് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ കുരിശിൻ്റെ പല പല ഭാഗങ്ങൾ ആൾക്കാർ ചെത്തി അല്ലെങ്കിൽ അതെടുത്ത് ഉരച്ച് എന്തെങ്കിലും അസുഖമുള്ള ഭാഗത്ത് പുരട്ടുമ്പോൾ അത് രോഗസൗഖ്യം ലഭിച്ചിരുന്നു. ആ കുരിശിന് ഒരു ചരിത്രമുണ്ട്. അങ്ങനെ അന്ന് നടന്ന ആ ഒരു അത്ഭുതത്തിൻ്റെ ഒരു സാക്ഷി കൂടിയാണ് ഈ കുരിശടി. ഈ പള്ളിയിൽ വരുന്നവരെല്ലാം തന്നെ ഈ കുരിശടിയിൽ വരാറുണ്ട്, ഇവിടെ പ്രാർത്ഥിക്കാറുണ്ട്. കുരിശടി ചുറ്റുപാട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കുരിശടിയുടെ ഒരു സൈഡ് ഭാഗം. ഇതിൻ്റെ അകത്തേക്ക് കയറുന്നതിന് എങ്ങനെയെന്ന് അറിയത്തില്ല. ഇതാണ് ഈ കുരിശടിയുടെ ചരിത്രം പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അക്കരയിലുള്ള ആ പള്ളിയാണ്, അതാണ് മാട്ടേൽപ്പള്ളി. കാണാവോ? ഇല്ലേ, നേരെ നോക്കിയാൽ കാണാൻ പറ്റും മാട്ടേൽപ്പള്ളി. അങ്ങോട്ട് പോകുവാനായിട്ട് ഈ വെള്ളത്തിലൂടെ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. കാര്യം അവിടെ അക്കരയിൽ നിന്നും വരാൻ പറ്റത്തില്ല. ഇവിടെ നിന്നും പോകണമെങ്കിൽ നമ്മൾ ബോട്ടിലൂടെയോ വള്ളത്തിലൂടെ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ. എനിക്ക് തോന്നുന്നു പെരുന്നാൾ സമയത്ത് ഓഗസ്റ്റ് 15-ാം തീയതി അന്ന് ഇവിടെ നിന്നും അക്കരയിലേക്ക് ബോട്ടോ വള്ളമോ ഉണ്ടാകുമെന്നാണ് ആൾക്കാർ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ അന്ന് ആ വീഡിയോ എടുത്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ പള്ളിപ്പുറം പള്ളിയുടെ കാഴ്ചകളും വിശേഷങ്ങളും. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക. എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പാകാതെ കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.